ഹലോ ഗൈസ്, ജിതിനാണ് ഈ ഒരു സ്പിരിച്വൽ ബഡി. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് പോസിറ്റീവ് എനർജി എങ്ങനെ എടുക്കാമെന്ന്. അതൊരു പോൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും വേണം വീഡിയോ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ശരി, വീഡിയോ ചെയ്യാം. ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്താണ് ബേസിക്കലി എന്നെ ഇൻട്രാക്ഷനിൽ കിട്ടുന്നതെല്ലാം. യൂട്യൂബിനകത്ത് അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എന്നെ കണക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈസ് തരുന്നതായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ദ പോയിന്റ്. അമ്പലത്തിൽ പോയിട്ട് പോസിറ്റീവ് എനർജി എങ്ങനെ എടുക്കാം? ഞാൻ ചിലവരോടൊക്കെ ഡയറക്റ്റ്ലി കോൾ ചെയ്യാറുണ്ട് വൈ ഇൻസ്റ്റഗ്രാം. അവരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ പോകുന്നതെന്ന് വെച്ചു. എല്ലാവരും ഒരേ സ്വരത്തിലൊരു ഉത്തരം പറയും. ഞാൻ ചെന്നിട്ട് എൻ്റെ പ്രാർത്ഥനകൾ, അപ്പോൾ എന്ത് പ്രാർത്ഥനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കതില്ല, അല്ലെങ്കിൽ എനിക്കത് വേണം, ഇതൊക്കെ പറയുന്ന സ്ഥലം. ശരിക്കും അങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥലമാണോ ഈ പറയുന്ന പള്ളിയോ അമ്പലമോ ദേവാലയങ്ങളൊക്കെ? ഞാൻ പറയുക അല്ലാന്നേ പറയുള്ളൂ. മനുഷ്യർ അല്ലെങ്കിൽ പണ്ടുള്ളവർ ഈ സാധനങ്ങൾ, ഈ പറയുന്ന സ്ഥലങ്ങൾ പണിത് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനർജി സോഴ്സസ് ആയിട്ടാണ്, എനർജി നൽകുന്ന സ്ഥലമായിട്ടാണ്. അല്ലാണ്ട് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള എനർജി കൊടുക്കേണ്ട സ്ഥലമല്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിലോ പള്ളിയിലോ പോകുന്നത് അവരുടെ എനർജി, അവിടുത്തെ എനർജി നമ്മൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാണ്ട് നമ്മുടെ എനർജി റിലീസ് ചെയ്യേണ്ട സ്ഥലമല്ല. നമ്മുടെ എനർജി റിലീസ് ചെയ്യേണ്ട സ്ഥലം പുറത്താണ്. അമ്പലങ്ങളായാലും പള്ളികളായാലും പുറത്ത് ചില സ്ഥലങ്ങളുണ്ട്, അവിടെയാണ് റിലീസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ബേസിക്കലി എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യത്തിലൂടെ ഞാൻ പറഞ്ഞു പോകാം. അതായത് നമ്മൾ ഇപ്പോൾ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ പുറത്ത് ചെല്ലുമ്പോൾ ബലിപീഠം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടോ? അതെന്താണെന്നറിയോ? ഈ ബലിപീഠത്തിലാണ് നമ്മുടെ 6 എനർജീസ്, അതായത് ഈഗോ, ലസ്റ്റ്, ആങ്കർ, ഫ്രസ്ട്രേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്, അല്ലാണ്ട് നമ്മൾ ഭഗവാനിലല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ മെയിൻ എൻട്രൻസ്, അമ്പലങ്ങളാണെങ്കിൽ കിഴക്ക് വശത്തേ കൂടി തന്നെ മാത്രം കയറാൻ ശ്രദ്ധിക്കുക. ചില അമ്പലങ്ങൾ പടിഞ്ഞാറ് വശത്തേ കൂടി ഉള്ളുണ്ട്. അവിടെയാണെങ്കിൽ ഈ ബലിപീഠത്തിൽ പോയിട്ട് ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കണം. എന്നിലുള്ള എല്ലാ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാനിവിടെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു പോകണം. അവിടെയാണ് ഇത് സമർപ്പിക്കേണ്ട പ്രോപ്പറായിട്ടുള്ള സ്ഥലം. ഇനി ചെന്ന് പ്രാർത്ഥിച്ച് നമ്മൾ മേളിലോട്ട് ചെന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ട്. എല്ലാവരും തിങ്ങിയെടുത്തും പിടിക്കും. ഇത് നമസ്കാരമാണ്, ഇത് പ്രാർത്ഥിക്കാൻ നമ്മൾ വരം നേടാൻ നിൽക്കേണ്ട പോസ്റ്ററല്ല. നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ കണ്ടില്ലേ, ഈ 2 കൈയും ഇങ്ങനെ നമ്മുടെ അരയ്ക്കാവ വലുപ്പത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, എപ്പോഴും നമുക്ക് എനർജി ഫ്ലോ ഉണ്ടാവുന്നത് ലെഫ്റ്റ് ഹാൻഡിലെ കൂടെയാണ്. റൈറ്റ് ഹാൻഡിലെ കൂടി നമുക്ക് എനർജി കൊടുക്കാനും പറ്റും. ഓക്കെ, ഇനി അടുത്ത തവണ നിങ്ങൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഈ ഒരു പോസ്റ്റർ, അതായത് ഇങ്ങനെ ഈ ഒരു പോസ്റ്റർ കണ്ടില്ലേ, താഴത്തോട്ട് അവരുടെ ആ ഡയറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നേരെ മുന്നിലോട്ട് നിന്ന് നോക്കൂ. കണ്ണടകൾ വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ അവരിൽ നിന്നും എനർജി അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടേക്ക് എനർജി വരാൻ തുടങ്ങും, എനർജി ഫ്ലോ വരാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനെയാണ് അമ്പലത്തിൽ പോയിട്ട് നമ്മൾ അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അല്ലാണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെയും പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. ബേസിക്കലി ചിലരൊക്കെ പറയും അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാംനെസ്സും മൈൻഡും കാര്യങ്ങളൊക്കെ ഫ്രീ കിട്ടും. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസൈൻ ചെയ്തേക്കണം അങ്ങനെയാണ്. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സകല നെഗറ്റീവ് എനർജീസും അവിടെ നിൽക്കുന്ന കാവലാൾ അല്ലെങ്കിൽ ബന്ധനമാക്കിയിട്ടേ നമ്മൾ ഉള്ളിലോട്ട് കയറ്റി വിടുള്ളൂ. എസ്പെഷ്യലി വലിയ വലിയ അമ്പലങ്ങൾ, ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ, അതേപോലെ നമ്മുടെ കൊല്ലൂർ, അങ്ങനത്തെ വലിയ വലിയ പവർഫുൾ ആണ്. കുറേ അമ്പലങ്ങളുണ്ട്. എല്ലാ അമ്പലങ്ങളുടെയും പേര് പറഞ്ഞു പോയ സമയം ഇതാവുന്നതുകൊണ്ടാണ്. അതേപോലെ പ്രദക്ഷിണം, അതിനകത്തും സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പ്രദക്ഷിണം ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത കുറേ പേരുണ്ട്. ഞാനൊരു ചാർട്ട് ഇത് ചെയ്യാം, ഇവിടെ ഈ വീഡിയോ കഴിയുമ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പം തന്നെ ഞാൻ ഇടാം. ആ ചാർട്ടിലെ പ്രകാരം തന്നെ ചെയ്യുക, മിനിമം 1 വട്ടം ചെയ്യുക. അതേപോലെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി ഇറങ്ങി പോവുക, അല്ലെങ്കിൽ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴുത് ഓടി ഇറങ്ങി വരരുത്. അവിടെ കുറച്ചേരി ഇരിക്കാൻ വേണ്ടി തന്നെ സമയം കണ്ടെത്തിയിട്ട് തന്നെ പോവുക. അല്ലാണ്ട് ഓടി ഇറങ്ങി പോകേണ്ട സ്ഥലങ്ങളല്ല ഈ പറഞ്ഞ ദേവാലയങ്ങൾ കാര്യങ്ങളൊക്കെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചേരി ഇരുന്ന് നമ്മൾ ഒരു ഹരിബറിയും പാടില്ല. ഹരിബറിയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് അവിടെ കിട്ടാണ്ട് അവിടെ വെച്ച് ബ്ലോക്കായി പോകും. അതുകൊണ്ടാണ് പറയണത്, അമ്പലത്തിലോ പള്ളിയിലോ ഈ പറഞ്ഞ പോലെ എവിടെ പോയാലും അവിടെ കുറച്ചേരി ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് കാമാവാൻ തുടങ്ങും. പറ്റുമെങ്കിൽ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക. അവിടെ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് മുകളിലോട്ട് നോക്കി കണ്ണടച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വരും. ഓക്കെ, ഇങ്ങനെയാണ് പോസിറ്റീവ് എനർജി എടുക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് നമ്മളവിടെ പോയിട്ട് നമ്മുടെ ദുരിതങ്ങളെല്ലാം പറയേണ്ട സ്ഥലമല്ല ഒരിക്കലും ഈ പറയുന്ന ദേവാലയങ്ങൾ. അവിടുത്തെ എനർജി നമ്മൾ അബ്സോർബ് ചെയ്യാനാണ് പോകേണ്ടത്. അതായത്
ഒരു ഗ്ലാസ്സിൽ നിന്ന് സ്ട്രോ ഇട്ടിട്ട് നമ്മൾ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കില്ലേ, അതേപോലെ ഒരു സ്ട്രോ ഇമാജിൻ ചെയ്യുക. ഒരു സ്ട്രോയിനകത്തേ കൂടെ നമ്മൾ അവരുടെ പവർ വലിച്ചെടുക്കുന്ന പോലെ ചെയ്യുക. ആ സ്ട്രോയിൻ്റെ അറ്റം നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് ആണെന്നും കൂടി നമ്മൾ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് പോയിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻസ് ആയിട്ട് ഇടും. നിങ്ങൾ ഈ ചാനലിനകത്ത് വന്നിട്ട് നിങ്ങൾ കമൻസ് ആയിട്ട് ഇടും. എനിക്കൊക്കെ ഇത് പറഞ്ഞു തന്നതാണ്. ബേസിക്കലി നിങ്ങൾ ഇതൊക്കെ പറയുന്നതിന് മുന്നേ ഞാനും നിങ്ങളെപ്പോലെ എന്നെ പോയിട്ട് ഇങ്ങനെയും പിടിച്ച് നിൽക്കുമായിരുന്നു. ഭഗവാനെ എനിക്ക് നല്ലൊരു ജോലി കിട്ടണേ, ഭഗവാനെ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരണേ, ദുരിതങ്ങളൊന്നും ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യില്ല. ഞാൻ പാതി ദൈവം പാതിയാണ്. നമ്മളും ചെയ്യണം, പണിയെടുക്കണം, ബാക്കി അവർ നോക്കിക്കോളും എന്നാണ് പറയുന്നുള്ളൂ. അല്ലാണ്ട് ഫുള്ള് പുള്ളിക്കാരൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇത് മാത്രം ചെയ്യാനേ നേരം ഉണ്ടാവുള്ളൂ. ഓക്കെ, അതേപോലെ നിങ്ങളവിടെ നെഗറ്റീവ് തോട്ട്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇറങ്ങി ഓടാൻ തോന്നും. പുള്ളിക്കാരൻ ഇതൊന്നുമല്ല, പുള്ളിക്കാരന് വേറെയും പണികളുണ്ട്. പോയിട്ട് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിയെടുത്താനല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പണിയെടുക്കണം. നമ്മൾ പണിയെടുത്താൽ മാത്രമേ ബാക്കി അവരുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കയറി പോവാം. ആ സപ്പോർട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ചില ആളുകളുണ്ട് ഈ പറഞ്ഞ പോലെ രാവിലെ കുളിച്ചൊരുങ്ങി ഇതൊക്കെ ആയിട്ട് ഫുള്ള് രാമനാമം പാടി നടക്കും. പക്ഷേ ഉള്ളിൽ അയ്യോ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, അവൾ എന്നോട് ഇങ്ങനെ ചെയ്തു, ഫുള്ള് ദുഷിപ്പായിരിക്കുള്ളൂ. ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളും വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഈ തോട്ട്സ് നമ്മൾ മാറ്റണം. ഈ തോട്ട്സ് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സക്സസ്സിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ തോട്ട്സ് അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ ഉള്ളിൽ കിടന്ന് 12 ലക്ഷം തവണ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ബോഡി തന്നെ ഇല്ലാണ്ടായി കളയും. ഒരു എനർജിയും അബ്സോർബ് ചെയ്യാൻ പറ്റാണ്ടായി കളയും. അപ്പോൾ ഞാൻ പറയുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. അതേപോലെ അവിടെ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ ഇതേപോലെ നമ്മൾ ആ പോസ്റ്ററിൽ നിൽക്കുക. ആളുകളൊക്കെ നമ്മളെ നോക്കിയിരിക്കും, പക്ഷെ മൈൻഡ് ചെയ്യണ്ട. ഒരു 2 മിനിറ്റ് അങ്ങനെ നിന്ന് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഇതേപോലെ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു ചിലവർക്ക് ഡിവൈൻ പവേഴ്സ് ഉണ്ടാവുമെന്ന്. ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിവൈനിറ്റി കൂട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇത് നമ്മൾ അവരെ വന്ദിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അവരെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ നമുക്ക് അവരുടെ പവർ കിട്ടുകയാണെങ്കിൽ ഈ ഒരു പൊസിഷനാണ് വേണ്ടത് എപ്പോഴും. ഓക്കെ, ഇതേപോലെ ഒന്ന് ചെയ്തു പോകും. എന്നിട്ട് നിങ്ങൾ കമൻറ്റ്സ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.